ഇത് കണ്ടോ, ഒരു സ്ഥലം പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. നല്ല രസമാണ് ഇത് കാണാൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി മലകളുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു റൗണ്ട് ചെയ്ത വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതാണ് അതിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ. ഇത് കണ്ടോ, ഒത്തിരി ദൂരെ നിന്ന് കുറേ കാറുകളും പിള്ളേരും ഒക്കെ വന്ന് കിടപ്പുണ്ട്. കണ്ടോ, ഒത്തിരി കാറുകൾ വന്ന് കിടപ്പുണ്ട് അവിടെ. ഒത്തിരി ആൾക്കാർ വന്ന് ഈ വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട്. നല്ല കാറ്റാണ്, നല്ല കാഴ്ചയാണ്, നല്ല രസമാണ്. ഇനിയിപ്പോൾ ഞാൻ ആ കറക്റ്റായിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വ്യൂ. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു സമയമാണിത്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയത്ത് റോഡൊക്കെ നല്ല വെട്ടിക്കെട്ടാക്കിയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന അതിമനോഹരമായൊരു സമയം. ഇത് കണ്ടോ, അതിൻ്റെ താഴോട്ടുള്ള കൊക്കയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം. സൂര്യനെ മേഘം വന്ന് മൂടിയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സൂര്യനെ കാണാൻ പറ്റാത്തത്. സൂര്യനെ മേഘം വന്ന് മൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. എന്നാലും ആ ശരിക്കുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, സൂര്യൻ്റെ ആ എന്നാ പറയുന്നത്, സൂര്യൻ്റെ കിരണങ്ങളിങ്ങനെ അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നത് ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗി പറഞ്ഞാൽ അതിമനോഹരമായ ഭംഗിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല കാറ്റ്, നല്ല തണുപ്പ്. കാരണം കേരളത്തിൽ ശരിക്കും കോട്ടയം ജില്ലയിൽ പെരുവന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്ന വഴി. ഈ പെരുവന്താനത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്നുള്ളത് ആർക്കെങ്കിലും അറിയാം? താഴെ കണ്ടോ, കൊച്ചു കൊച്ചു വീടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഒത്തിരി മലകളാണ്, ഇവിടെ മുഴുവൻ മലകളാണ്. പക്ഷെ മരമുള്ള മലയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ട എന്നാ പറയുന്നത്, നമ്മൾ ഈയിടെ പോയായിരുന്നല്ലോ ഇലവീഴാപ്പൂഞ്ചിറയിൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? കാണാൻ കിടപ്പുണ്ട്. ഇലവീഴാപ്പൂഞ്ചിറയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇല പോലും വീഴാത്ത ഒരു ചിറയുണ്ട് അവിടെ. അതുകൂടാതെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം മരങ്ങളെല്ലാം ഉള്ള മലയാണ്. അവിടെ ആ മലയിൽ ഒറ്റ മരങ്ങൾ പോലും ഇല്ല, കംപ്ലീറ്റ് മരങ്ങളില്ലാതെ നിൽക്കുന്ന മലയാണ് ആ മല. ഇത് പക്ഷേ മരങ്ങളുണ്ട്, ആൾക്കാർ താമസമുണ്ട്, ഒത്തിരി വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇവിടെ തന്നെ പ്രാദേശികമായിട്ട് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് പോകാം. പണ്ട് പാഞ്ചാലിയും പാണ്ഡവന്മാരും വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണിത്. അവരുടെ കാൽപാദവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അത്രയും മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴി ആ വ്യൂ പോയിൻ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പ്രൈവറ്റ് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ താമസിക്കുന്നുണ്ട്. പട്ടയമുള്ള സ്ഥലമാണ്. എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി പാഞ്ചാലിമേടിൻ്റെ മുകളിലേക്ക് പോകാം. ഓക്കെ, ആ കാണുന്ന മലയാണ്. മലയുടെ മണ്ടയിലെത്തി നമ്മളിപ്പോൾ. ഓക്കെ, കേട്ടോ. പാഞ്ചാലിമേട്ടിലെ പ്രദേശവാസികളായി ഞങ്ങൾ ഈ ഭൂമിയെ അമ്മയായി കണ്ട് ആദരിക്കുന്നു. പ്രകൃതിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ ഈ ഭൂമി മലിനമാക്കപ്പെടുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല. നിങ്ങളുടെ ഉപയോഗത്തിലേക്ക് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദയവായി അത് ഉപയോഗിക്കുക. അതുവഴി നമുക്ക് നമ്മുടെ പ്രകൃതിയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം. ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം, പാഞ്ചാലിമേട്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ DTPC കൗണ്ടറിൽ നിന്ന് പാസ് എടുക്കേണ്ടതില്ല. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര മൈതാനത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ്.
അടുത്ത് തന്നെ കുരിശുമുണ്ട്. അപ്പോൾ കുരിശും അമ്പലവും രണ്ടുപേരും അതിർത്തി പോലും തിരിച്ചിട്ടില്ല, ഒന്നിച്ചിരിക്കുകയാണ് കുരിശും അമ്പലവും. ഓക്കെ, പാഞ്ചാലിമേട് അതാണ്. ഇതൊരു മതസൗഹാർദ്ദ സ്ഥലമാണ്. ക്രിസ്ത്യൻസും ഹിന്ദുക്കളും അമ്പലവും ഒന്നിച്ചിരിക്കുന്ന സ്ഥലം. ഇത് പിന്നെ പാഞ്ചാലി മേടിലേക്ക് നമ്മൾ പോകുന്നു. ഇതാണ് സ്ഥലം, പാഞ്ചാലി മേടിലേക്ക് നമ്മൾ കയറി പോകുന്നു. അപ്പോൾ പാഞ്ചാലിമേട് ടൂറിസം പദ്ധതി 7/5/2018. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, SB ജിമോൻ, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, എൻട്രി പാസ് DTPC ഇടുക്കി. പാഞ്ചാലിമേട് ടൂറിസം സെൻറ്റർ. ടിക്കറ്റ് റേറ്റ് including 80% GST. സീനിയർ സിറ്റിസൺ 15, അഡൽട്ട് 25, ക്യാമറ 60, വെഡിങ് ആൽബം 1000, ഹില്ലി ക്യാമറ, അതർ ആൽബം 1500. അത് മുതൽ ഇതാണ് പാഞ്ചാലിമേടിൻ്റെ ഇൻ്ററായിട്ടുള്ള സ്ഥലം. നല്ല ഭംഗിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു കീപ്പ് ചെയ്യുന്നതിനൊരു ചെറിയ ഫീസ് ഉള്ളതുകൊണ്ട് പണ്ടൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയായിട്ടൊന്നും ഇത് ചെയ്തിട്ടില്ല. ഇപ്പോൾ നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്, നല്ല സുഖമുണ്ട്. ഇവിടെ ഒരു കുരിശുണ്ട്. പണ്ട് കുരിശ് വെച്ചിരുന്നതാണ് ഇവിടെ. പാഞ്ചാലിമേടാണെങ്കിലും ഇതൊരു കുരിശുണ്ടായിരുന്നു. സാധാരണ ആന തുമ്പിക്കൈ വെള്ളം കുടിക്കുമായിരുന്നു അല്ലേ, ഇങ്ങോട്ട് വീട് താത്തിക്കാറ്. നിങ്ങളെവിടെ നിന്ന് വരുന്ന? കൊല്ലത്തുനിന്ന്. ഓക്കെ, ആദ്യമായിട്ട് വരുവാണോ? ഇടയ്ക്കൊക്കെ വരുന്ന? ഓക്കെ, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി അടുത്ത്. രണ്ട് സൈഡിലുണ്ട്. ഇവിടെയും ഉണ്ട് ഒരു ആന, രണ്ട് സൈഡുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഇത് ലൈറ്റൊക്കെ ആവുമായിരിക്കും. ടോയ്ലറ്റ്, ജെൻസ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. കാറ്റാണ്, കാറ്റാണ്. രണ്ട് കുടങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ എൻട്രി ആയിട്ട്. പിന്നെ
കല്ലുകൊണ്ട് ചെയ്തൊരു സംഭവമുണ്ട്. അതൊരു കട മാത്രമേ ഉള്ളൂ. ആൾക്കാർക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെഞ്ചിൽ പോയി ഇരിക്കാം. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നടന്നു വേണം നമ്മൾ അഞ്ചാടി മേളിലേക്ക് കയറിപ്പോകാൻ. ഇവിടെയും കുരിശുണ്ട്. നേരത്തെ ഒരു കുരിശ് നാട്ടിയിരുന്നതാണ്. എന്നാണേലും നല്ലവരായ മനുഷ്യർ അതൊരു വർഗീയ പ്രശ്നമൊന്നും ആക്കാതെ നല്ല രീതിയിൽ അമ്പലവും പള്ളിയും ഒന്നിച്ച് തന്നെ നിൽക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ വിദ്യാഭ്യാസം സംസ്കാരം എന്നൊക്കെ പറയുന്നത് മതസൗഹാർദ്ദമാണ്. എല്ലാ മതങ്ങളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഓരോന്ന് പറയുന്നു. എന്നാലും ദൈവം എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരു ശക്തിയുള്ളൂ, ഒരു പ്രപഞ്ചശക്തി. ആ ശക്തി ഇതിലേതിൽ നമ്മൾ വിശ്വസിച്ചാലും നമ്മൾ അവസാനം ദൈവത്തിൽ തന്നെ ചെന്നു ചേരും. ഇതിനകത്ത് സത്യവും നീതിയാണ് പ്രധാനം, സത്യസന്ധതയാണ് പ്രധാനം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് നുണപ്രചാരണം നടത്തി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും നുണ പറയുകയൊക്കെ ചെയ്തിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഇതാക്കിയിട്ട് ദൈവത്തിൻ്റെ കാര്യവും പറഞ്ഞ് പ്രാർത്ഥനയും ഇതൊന്നും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. സത്യവും നീതിയും നമ്മുടെ കൂടെ ആണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കും. അത് ഏത് കളറിലുള്ള ദൈവമാണേലും. ഇവിടെ എല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിലൊക്കെ നല്ല രസമുണ്ട്. കാറ്റാണ് പ്രധാനം. ഭയങ്കര രസമുള്ള കാറ്റ്. നല്ല ശേല ഇതുണ്ടോ, നല്ല ശേലാണ്. ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും. മലകളാണ് ഇവിടെ നോക്കുമ്പോൾ. ഫുള്ള് മലകളാണ്. കാണാൻ എൻ്റെ പുറയില്ല. ഫുള്ള് മലകളാണ്, മലനിരകളാണ്. പിന്നെ രസമാണ് നോക്കി. ഇന്ന് ഇച്ചിരി കാർമേഘമുണ്ട്. അത് വരുമ്പോൾ വിപരീതമായി. അതുകൊണ്ട് നമ്മുടെ സൂര്യഭഗവാനെ മറച്ചിരിക്കുകയാണ്. നമുക്ക് സൂര്യഭഗവാനെ കാണാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ കല്ലൊക്കെ പാകിയ നല്ല ഒന്നാന്തരം വഴിയാണ്. നല്ല ഭംഗിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നടന്ന് കയറി ഇത് ആസ്വദിച്ച് പോയെങ്കിലേ രസമുള്ളൂ. അല്ല, വണ്ടിയിലത് കയറിപ്പോയിട്ട് രസമൊന്നുമില്ല. അതാണ് ഇതിൻ്റെ വഴികൾ. ഇച്ചിരി കയറ്റമുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പും നല്ല കാറ്റുമാണ്. നല്ല തണുപ്പുണ്ട്. ഡിഗ്രി സെൻറ്റിഗ്രേഡ് നോക്കിയാൽ അറിയാം എത്രയുണ്ടെന്ന്. ഫോണിൽ നോക്കാം എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഇപ്പോൾ ഇവിടുത്തെ തണുപ്പെന്ന്. നാട്ടിൽ നമ്മൾ കയറി വന്നപ്പോൾ ചൂട് കാരണം ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ കുരിശുകൾ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു അമ്പലവുമുണ്ട്. അമ്പലം പള്ളിയായിട്ടില്ല, കുരിശോ കഴിയുള്ളൂ. കാരണം പാഞ്ചാലി നമ്മളുടെ ഹിന്ദു മിത്തോളജി പ്രകാരമുള്ള ആളായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരമ്പലം ഇവിടെ ആവശ്യമാണ്. ഞാൻ പണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ഈ അമ്പലമൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും രസമുണ്ട്. നല്ല ചേരുണ്ട്, നല്ല തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു ശാന്തിമഠമാണ്. ഇതാണ് പാഞ്ചാലിയമ്മയുടെ ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്. ക്ഷേത്രം അടച്ചിരിക്കുകയാണ്. പ്രദർശനം എവിടെയാണെന്ന് എനിക്കറിയില്ല. കൂട്ടിയിരിക്കുക, ഇവിടെ ആരുമില്ല. ഒരു ആലാണെന്ന് തോന്നുന്നു. ആൽമരമാണ്. ആൽമരം. പ്ലാസ്റ്റിക്കൊക്കെ ഇടാൻ വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്.
സൗണ്ടാണ് ആ കേൾക്കുന്നത്. നാച്ചുറലായിട്ട് അത്രയും കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ സൗണ്ട് മൈക്കിലടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടാൽ മനസ്സിലാവുന്നത് ഭയങ്കര ഒറിജിനൽ സൗണ്ട് തന്നെ നിങ്ങൾ കേൾക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂഡിലല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ആരോഗ്യം പ്രശ്നമാണല്ലോ നമുക്കുള്ളത്. അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ പിന്നീട് ഒരവസരത്തിൽ നിങ്ങളോട് പറയാം. ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. പക്ഷേ ഇവിടെ നല്ല മനോഹരമാണ്, നല്ല രസമാണ്. കാറ്റ് കണ്ടല്ലോ, ഈ കാറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ എന്നെ രസമാണെന്നറിയാം. കാറ്റ് ഭയങ്കര രസമാണ്. ഇവിടെയും നല്ല രസമായിരുന്ന കാറ്റാണ്. ഇവിടെ ഒരു കുരിശിൻ്റെ വഴിക്ക് ഉണ്ട്, കുരിശ് നാട്ടിയതാണ്. അപ്പം എന്നാണേലും ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണെന്ന് പറയുന്നു. പല ഇതൊക്കെയുണ്ട്. ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. മതം വേണം, പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിം സുഹൃത്തുക്കളെ, ഹിന്ദു സുഹൃത്തുക്കളെ, മറ്റേതെങ്കിലും മതത്തിലുള്ള സുഹൃത്തുക്കളെ മതത്തിൻ്റെ കണ്ണോടുകൂടി കാണാൻ എനിക്കിഷ്ടമില്ല. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ അടുത്തിരുന്ന് പഠിച്ചവൻ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എനിക്കൊരു ഉപകാരം ചെയ്തു തരുന്ന മറ്റൊരു മതസ്ഥാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെയല്ല. ഞാൻ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്നു. അതൊക്കെ ഒരു വഴിക്ക് കിടക്കും. പക്ഷെ നമുക്ക് ഉപകാരം ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളെ മാറ്റപ്പെട്ടവന് നമ്മുടെ ജാതിപ്പെട്ടവനായിരിക്കില്ല. നമ്മുടെ ജാതിപ്പെട്ടവനാണ് നമുക്ക് ഉപദ്രവം ചെയ്യുന്നത്. അപ്പോൾ അത് രക്ഷിക്കാൻ ചിലപ്പോൾ അന്യജാതിപ്പെട്ടവരാണ് എനിക്ക് ഉപകാരം പലപ്പോഴും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ജാതിക്കാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്ത ചിന്താഗതി കാണും കേട്ടോ. എൻ്റെ ഇത് ഞാൻ പറഞ്ഞെന്നുള്ളൂ, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം ഇങ്ങനെയാണ്. രസമാണ്, ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കാൻ. എന്തൊരു കാറ്റാണെന്നറിയാം, എന്തൊരു രസമാണെന്നറിയാം. ഞാൻ എൻ്റെ മണ്ടയിലോട്ട് കയറുന്നു. അതൊരു ഇച്ചിരി കയറ്റമുണ്ട്. പണ്ട് നമ്മൾ ഇവിടെയൊക്കെയാണ് വരുന്നത്. ഇവിടെ എവിടെയോ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പാണ്ഡവന്മാരുടെ പാഞ്ചാലിയുടെ കാൽപാദങ്ങൾ. ഇനി ആ കാൽപാദം കണ്ടെടുത്താണ് അവിടെ ആ ഒരു അമ്പലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
തീയിട്ടിരിക്കുന്നത് കാണാൻ പറ്റില്ല. ഞാനേലും ഭയങ്കര കാറ്റാണ്. ക്യാമറയിൽ ആ കാറ്റടിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട്. അടിപൊളി സൂപ്പർ കാറ്റ്. കൂട്ടുകാരൊക്കെ കൂടി വൈകുന്നേരം പതുക്കെ താന്ന് തുടങ്ങിയിട്ടുണ്ട്. കാറ്റുണ്ട്, അത് തണുത്ത കാറ്റാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ അവിടെ 25 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ചൂടാന്ന് നമുക്ക് നോക്കട്ടെ. ഇവിടുത്തെ ചൂട് ഞാൻ നോക്കാം. എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെന്ന്. ഇവിടെയെല്ലാം കുറച്ച് കുരിശ് കൃഷിയുണ്ട്. കുരിശ് കൃഷി കളിയാക്കി പറഞ്ഞു. ദൈവത്തിന് കുരിശിൻ്റെ വഴിയാന്നേ. ഞാൻ എല്ലാം നല്ല പറഞ്ഞ കുരിശിൻ്റെ വഴിയാണിത്. ഗാവുൽത്താമലയിലേക്കുള്ളതാണ് ഇത്. ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ സ്ഥലമായിരുന്നു. അതിന് തർക്കവും വഴക്കമൊക്കെ ഉണ്ടായതാണ്. എന്തോ പുക പൊങ്ങുന്നുണ്ട് അവിടെ. തീയിട്ടിരിക്കുന്ന അവിടെ തീയിട്ട് പുക പൊങ്ങുന്നുണ്ട്. കാറ്റ്, സൂര്യൻ നച്ചനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു മത്ത് ഗാവുൽത്താമലയിലേക്കുള്ള, അതായത് നമ്മുടെ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി ഇതിലാണ്. അതിലെ മണ്ടയിലേക്ക് ഓരോ സ്ഥലങ്ങളാണ് വേണ്ടി കുരിശ് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാം ഈ അവസരത്തിൽ നമുക്ക് വളരെ സ്നേഹമുണ്ട്. ആ സ്ഥാനത്തെ പോകുന്നു, പള്ളിയിൽ പോകുന്ന സ്ഥാനം. ആഹാ, അങ്ങനെ പോവാം. എങ്ങനെ ടോപ്പേ കൂടെ ഇങ്ങനെ പോവും. അവിടെ ചെല്ലുമ്പോൾ അവർ പിടിക്കും. നിനക്ക് പോണം? കൈയല്ല, നമ്മളെ കെട്ടി വെച്ചിരിക്കുന്നത്.
കാരണം ഈ ചെടി കിടന്ന് പിടിച്ചിട്ട് നോക്കിയാൽ കാറ്റിൻ്റെ തീവ്രത അറിയണമെങ്കിൽ അടിപൊളി. പിന്നെ ഒരു മരം ഇതെന്നാന്നറിയാം. കറങ്ങാനുള്ള സാധനമാണ് മഞ്ഞപ്പീൻ്റെ കിട്ട്. ആട്ടമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കയറുന്നില്ല. സംഗതി ഒരു സാധനം കറങ്ങാനുള്ള ലിമിറ്റിലേക്കിട്ട് വരുന്നത്. ഒന്ന് കറങ്ങണം. അതെ, മറ്റേ സിമെന്റ് ഇട്ടിട്ടില്ല, ഒരു ചെറിയ ആട്ടം ഉണ്ട് ഇത്. ഇങ്ങോട്ട് വന്നേ.
കൈ പിടിച്ചു അതായിരിക്കും. കാൽപ്പാട് ഏതോ ഒരു പാറയിലൊരു കാൽപ്പാടുണ്ടായിരുന്നു. അങ്ങോട്ട് വേണം അങ്ങനെ പോയിരിക്കാം. കുറച്ച് നേരം ഇരിക്കാൻ പോവാണ്. കാറ്റൊക്കെ അടിച്ച് സുഖമായിട്ട് ഇവിടെ ഒന്ന് ഇരിക്കാൻ ഞാൻ കാറ്റടിച്ചോണ്ട് പോവുകയല്ല. റൂംസ് താഴെ ഏതോ ഹോട്ടലാണ് കാണുന്നത്. ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് നല്ല കാറ്റും എന്നാണേലും നമ്മുടെ കേരള ടൂറിസത്തിന് റോഡുകളെല്ലാം നന്നായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രാനൈറ്റ് പീസായിട്ടിരിക്കുന്നു. സിമെൻ്റ് ഒന്നുമല്ല, നല്ല ഒന്നാന്തരം ഗ്രാനൈറ്റ് പീസ് കേട്ടോ. നല്ല ഗ്രാനൈറ്റ് വെച്ചായിട്ട് അത് പോവാതെ നല്ലപോലെ സിമെൻ്റൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിലാണ് ഞാനിരിക്കുന്നത്. ഇവിടെ വന്ന ആള് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ട് നല്ല കാറ്റും അടിച്ച് സൂര്യൻ്റെ അസ്തമനം അവിടെ കണ്ട് പുറവശത്താണ് സൂര്യാസ്തമനം. ഫ്രണ്ട് നിൽക്കുന്ന ചെടിയെ കിടന്നാടി അങ്ങനെയുള്ള ഒരു രസമായ ഇരിപ്പാണ്. ആഹാ, എന്ത് രസമായിരുന്നു. പാഞ്ചാലിമേട എന്നാണേലും നമുക്ക് ഈ പാണ്ഡവന്മാരും പാഞ്ചാലിയും ഒക്കെ നമ്മുടെ കേരളത്തിലാണ് വന്ന്, പ്രത്യേകിച്ച് ഈ കോട്ടയം ജില്ലയിലാണ് വന്ന് എല്ലാവരും താമസിച്ചെന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. കോട്ടയത്തിന് അതൊരു അഭിമാനം തന്നെയാണ്. കാരണം ഐതിഹ്യമായ മനുഷ്യർ വന്ന് താമസിക്കാൻ പറ്റിയ അതിമനോഹരമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാം ഉണ്ട്. ഈ മലകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുത്തരം വന്ന് നമ്മളെ കണ്ടുപിടിക്കാനോ വനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ബ്ലോക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും നല്ല സ്ഥലമാണ്. പാഞ്ചാലിയുടെ കാൽപാദം, അവരുടെ കാൽപാദം പതിഞ്ഞ ഒരു സാധനം പണ്ട് വന്നപ്പോൾ അവരുടെ കാൽപാദം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും നോക്കിയിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ട് കണ്ടിട്ടില്ല. ഇനി കാൽപാദം പതിഞ്ഞിടത്താണോ മേളിൽ ഞാനൊരു അമ്പലം കണ്ടു. ആ അമ്പലത്തിനകത്താണോ കാൽപാദം വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇനി ആ താഴെയുള്ളവരോട് ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സൂക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പുറവശത്ത് സൂര്യൻ അസ്തമിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തിന്
കാറ്റടിച്ചാടുന്നത് കണ്ടു. എന്നാലും മണലൊന്നും പറക്കുന്നൊന്നുമില്ല. നല്ല രസമുണ്ട്. നല്ല കാറ്റടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു രീതിയൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നല്ല മനോഹരമായ സൂര്യാസ്തമനം. സൂര്യൻ്റെ അസ്തമനം കാണാം, എന്നെയും കാണാം. അതാണ് എൻ്റെ പ്രത്യേകത. അത് കണ്ട അവിടെ തീ ഇട്ടിരിക്കുന്ന നോക്കി കണ്ട, അതൊന്ന് ഫോക്കസ് ചെയ്ത് പിടിക്കാമെന്ന് നോക്കി കേട്ടോ. തീ ഇട്ടിരിക്കുന്നതാണ്.
കാറ്റിൻ്റെ ശബ്ദമൊക്കെ കേട്ടല്ലോ. ആ നാച്ചുറലായിട്ട് നിങ്ങൾ അവിടെ വന്ന് നിൽക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ സൗണ്ട് കേൾപ്പിച്ചത്. ബോറായോ എന്ന് അറിയത്തില്ല. എന്നാണേലും മറ്റേ വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് ഞാൻ ഓഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിനകത്ത് നമ്മളവിടെ നിൽക്കുമ്പോൾ ആ കാറ്റടിക്കുന്നതിൻ്റെ ആ ശബ്ദമൊക്കെ അതേപടി നിങ്ങൾക്കൊന്ന് കിട്ടിക്കോട്ടെന്ന് ഓർത്താണ് നമ്മൾ ആ നാച്ചുറലായിട്ടുള്ള സൗണ്ട് ഇട്ടത്. അതിൻ്റെ ആ വൈബ് നിങ്ങൾക്ക് കിട്ടിക്കാണും. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. നിങ്ങൾ അവിടെ വരെ ഒന്ന് പോകണം. അടുത്തുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് പോയിട്ട് വരാം. ഇപ്പോൾ ദൂരെയുള്ളവരാണേലും ഒന്ന് വരണത്. ഇപ്പോൾ നമ്മളവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ വേറെ ജില്ലകളിൽ നിന്ന് വന്ന അടൂരിൽ നിന്നും കൊല്ലത്തു നിന്നും ഇടുക്കിയിൽ നിന്നും ഒക്കെ വന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ കണ്ടത്. ഒത്തിരി ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി ഉണ്ട്. ഫാമിലി ആയിട്ട് വരാൻ വളരെ നല്ലൊരു സ്ഥലമാണിത്. എത്ര കിട്ടിയില്ല, അത് ഫോക്കസ് ചെയ്തു. ആൾക്കാർ ഒത്തിരി വരുന്നുണ്ടോ? അതുകൊണ്ട് കുറവ്. അല്ലാത്ത സാധാരണ ഞായറാഴ്ച ഒത്തിരി പേര് വരും. ഈ ഫീസ് വെച്ചോണ്ട് ആൾക്കാർക്ക് മടുപ്പുണ്ടോ? 25 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങൾ വൃത്തിയായല്ലോ. ടോയ്ലറ്റായി, വെള്ളമായി, വെളിച്ചമായി. അല്ല, അത് നന്നായി. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്നേ വൈകിട്ടിരിക്കാൻ എന്നാ ശേഷം കുറച്ചും കൂടെ ബെഞ്ച് ഇടണം. 1-2 ബെഞ്ച് കൂടെ ഇരിക്കണം. ചെയ്യാൻ പോവാണോ? അപ്പോൾ ശരിയാവും. അവിടെ വെള്ളം ഉണ്ടല്ലോ ആവശ്യത്തിന്. ആ വെള്ളം പണ്ട് തൊട്ട് അവിടെ കെട്ടിക്കിടക്കുന്ന. പിന്നെ ഈ സാധനത്തെ പോകുന്നു അല്ലേ? അതിന് എത്ര രൂപയാ? റോപ്പ് എന്നാ അതിന് പറയും? അത് ഈ പിള്ളേർക്കൊക്കെ പാവങ്ങളാ. ഞങ്ങളൊക്കെ പോയി വല്ല താഴെ പോയ ബെൽറ്റ് കെട്ടിയല്ലേ ഇടുന്നത്. അപ്പോൾ നടക്കല്ലേ. എനിക്ക് 115 കിലോ ഉണ്ട്. 110 പറ്റുള്ളൂ എനിക്ക്. നമ്മളൊക്കെ പോയാൽ ചിലപ്പോൾ പണി കിട്ടും. ഇതെല്ലാം ഒരു കുരിശിൻ്റെ അടി ഒടിഞ്ഞു പോയതാ. ഒടിച്ചു കളഞ്ഞ. എന്നാണ് പിന്നെ അലമ്പില്ലാതെ തീർത്തു. ഇതിലൊക്കെ എന്നാ കാര്യം ഇരിക്കുന്നത്. പക്ഷേ പുതിയ തലമുറയ്ക്കൊന്നും ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇതെല്ലാം ഒരു ബിസിനസ്സാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലിയിട്ട് വല്ല കാര്യമുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അടുത്തിരിക്കുന്ന മുസ്ലിമാണോ ഹിന്ദുവാണോ നോക്കിയാണ് നമ്മൾ കൂട്ടുപോകുന്നത്. ഇപ്പോഴല്ല ഈ സൂക്കേടൊക്കെ വന്നേ. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും അറിയത്ത പോലും. ഇതിലേ പോണോ? സോളാർ പാനൽ വെച്ചല്ലേ? കൊള്ളാം. നമ്മുടെ വീട് എവിടെയാ? താഴെ. ഇവിടെ അടുത്തുള്ള ആളാ. ഓക്കെ. അതാണോ? ആ കാണുന്നതാണോ അമ്പലം? പിന്നെ താഴെ കണ്ടോ? ഭജനമഠം. ഓക്കെ. അപ്പോൾ ഈ അമ്പലത്തിൽ വരുന്നവർക്ക് ഫീസില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കും. അമ്പലത്തിൽ രാവിലെ വൈകിട്ടൊക്കെ വരുന്നവർക്ക്. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. വണ്ടി കയറ്റിയാൽ എൻ്റെ സുഖം പോയി. ഇവിടുത്തെ ഇത്രയും നടക്കണം.
ഒത്തിരി സാധനങ്ങൾ ആഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ടല്ലോ അമ്മേ. ആ ഓ അങ്ങനെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് വരുന്ന ലൈറ്റിങ്ങും ഒക്കെ ആക്കണം. ലൈറ്റൊക്കെ വെച്ച് സമയം കുറച്ചുകൂടെ നീട്ടിയാൽ ആൾക്കാർ വരും. സിപ്പ് ലൈൻ ടിക്കറ്റ് കൗണ്ടർ. സിപ്പ് ലൈൻ 350 രൂപ. ഇങ്ങനെ നമുക്ക് സിപ്പ് ലൈനായിട്ട് ഇത് താഴേക്ക് പോവാം. ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് ഒറ്റ ലൈനായിട്ട് താഴേക്ക് പോവാം. അതൊരു നല്ല വരുന്ന പിള്ളേർക്കൊക്കെ മീറ്റിംഗ് പോയിൻ്റായിട്ട് ഇവിടെ വെക്കാം. സിപ്പ് ലൈൻ ടിക്കറ്റ് കൗണ്ടർ. അങ്ങ് ദൂരെ ആ മലയിൽ വേറൊരു മലയിൽ തീ കത്തുന്ന കണ്ടോ? അവിടെ തീ ഇട്ടിരിക്കുന്നതാന്ന് തോന്നുന്നു. കണ്ടോ ആ ചുമന്ന് കാണുന്നത്? അങ്ങ് അകലെയുള്ള ഒരു മലയിൽ തീ കത്തുന്നതാണ്.